കേൾക്കാത്ത മട്ടിൽ പോവാണ്. അതായത് എനിക്ക് സാധാരണ രാഷ്ട്രീയമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്രാവശ്യം ഒരു മാറ്റമായിട്ട് കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുമോ? അതിന് ഒന്ന് രണ്ട് ഉറപ്പായിട്ട് വരും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വേണമെന്ന്. ഓക്കെ. മാത്രമല്ല UDF മുന്നിലേക്ക് വയ്ക്കുന്നത് ഭാവി കേരളത്തെക്കുറിച്ചുള്ള പരിപാടികളാണ്. ഓക്കെ. സാധാരണ രാഷ്ട്രീയം മാത്രമാണ് ഇത്രയും യാത്രയിൽ സംസാരിക്കാറുള്ളത്. രാഷ്ട്രീയം സംസാരിക്കുന്നത് പക്ഷേ 75% ഭാവി കേരളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വരുത്തേണ്ട മാറ്റം. കുട്ടികളിങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു വൃദ്ധസദനമായിട്ട് മാറും. കുട്ടികളെ ഇവിടെ നിർത്താനുള്ള പരിപാടികൾ വേണം. അവർക്ക് തൊഴിൽ വേണം, നല്ല വിദ്യാഭ്യാസം വേണം. നമ്മളെ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ഗ്രീൻ ഫീൽഡ് ഹൈവേ വരുന്നുണ്ട്, കേന്ദ്ര റോഡ് വരുന്നുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് സംബന്ധിച്ച് മണ്ണാർക്കാട്ടിക്ക് ഒരു എൻട്രി ഇല്ല എന്നൊക്കെ പറയണത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നാടാണ് നമ്മളെ മണ്ണാർക്കാട്. അതിനൊക്കെ സംബന്ധിച്ച് മണ്ണാർക്കാടിനെ പ്രതിനിധീകരിക്കാൻ സമർത്ഥരായിട്ടുള്ള ഒരു MLA ഉണ്ട്, N. ഷംസുദ്ദീൻ. അദ്ദേഹം എല്ലാ ഈ കെട്ടുകളും അയക്കും. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും മണ്ണാർക്കാടിന് വേണ്ടി.